ഐതിഹ്യമാല അധ്യായം 69. കുളപ്പുറത്തു ഭീമൻ. മീനച്ചിൽ താലൂക്കിൽ കയ്യൂർ ദേശത്ത് കുളപ്പുറത്തു എന്ന നായർ ഗൃഹത്തിൽ കൊല്ലവർഷം 9-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് മുകളിൽ പറഞ്ഞിരുന്ന കുളപ്പുറത്ത് ഭീമൻ. ഈ മനുഷ്യന്റെ സാക്ഷാൽ പേര് എന്തായിരുന്നു എന്ന് നിശ്ചയമില്ല. അമാനുഷ്യ ബലവാനായിരുന്നു ഈ ആളിന്. ഭീമൻ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ അത്ഭുത കർമ്മങ്ങൾ നിമിത്തം ജനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. കുളപ്പുറത്ത് ഭീമന്റെ അത്ഭുത കർമ്മങ്ങൾ പറയുകയെന്ന് വെച്ചാൽ അവസാനമില്ലാത്തതാണ്. അവയിൽ ചിലത് മാത്രമേ ഇവിടെ വിവരിക്കുന്നു. അതായത്, ആജാനുബാഹുവും സ്ഥൂല ശരീരനും ഉന്നത കായനുമായിരുന്ന ഭീമൻ കാഴ്ചയിൽ ഒരു ഭീമൻ തന്നെ ആയിരുന്നുവെങ്കിലും ഒട്ടും വിരൂപനായിരുന്നില്ല. എന്ന് കാളിദാസൻ ദിലീപ രാജാവിനെ വർണ്ണിച്ചിട്ടുള്ളത് നമ്മുടെ ഭീമന് നല്ലപോലെ ചേരുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭീമന് ചെറുപ്പത്തിൽ മതിയാകത്തക്കവണ്ണമുള്ള ആഹാരം സ്വഗൃഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ഭീമന് ഭക്ഷണം സാധാരണ മനുഷ്യരെ പോലെ ആയാൽ മതിയാവുകയില്ലെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് അയാൾക്ക് പതിവായി കാലത്ത് കഞ്ഞിക്ക് 3 കോല്, അത്താഴത്തിന് 6 കോലും ഇടങ്ങഴി അരി വീതമാണ് കാരണവർ പതിവ് വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭീമനൊട്ടും മതിയായിരുന്നുമില്ല. അതിനാൽ അയാൾ സമീപത്തുള്ള കാടുകളിൽ കയറി ഉടുമ്പ്, മുയൽ മുതലായവയെ പിടിച്ച് അതുവന്ന് കൊണ്ടുവന്ന് ചുട്ടു തിന്നുകയാണ്. അങ്ങനെയിരിക്കെ കാരണവർ മരിക്കുകയും തനിക്ക് തറവാട്ടിൽ കാരണവസ്ഥാനവും സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്ത കാലം മുതൽ ഭീമൻ തന്റെ ഭക്ഷണത്തിനുള്ള പതിവ് ഭേദപ്പെടുത്തി. കാലത്ത് കഞ്ഞിക്ക് 25 കോലിടങ്ങഴി അരിയും അതിന് ചേർന്ന പുഴുക്കും, അത്താഴത്തിന് 3 പറ അരിയും അതിന് ചേർന്ന മറ്റു വിഭവങ്ങളുമാണ് ഭീമൻ സ്വയമേവ നിശ്ചയിച്ചത്. ഈ പതിവ് അയാളുടെ 16-ാമത്തെ വയസ്സിൽ നിശ്ചയിച്ചതാണ്. അതിനെ പിന്നെ ഒരിക്കലും അയാൾ ഭേദപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇത്രയും കൊണ്ട് അയാൾക്ക് മതിയായിരുന്നു എന്ന് ആരും വിചാരിച്ചു പോകരുത്. അയാൾ കാരണവരായപ്പോൾ തറവാട്ടിൽ അധികാര ചെലവുണ്ടാക്കി എന്നുള്ള ദുഷ്പേര് തനിക്കുണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചും ഇതിലകം ചെലവ് ചെയ്യാൻ മുതലില്ലാതെ ആയിരുന്നതുകൊണ്ടും ഇത്രയും മതിയെന്ന് നിശ്ചയിച്ചു എന്നേ ഉള്ളൂ. പോരാത്തത് യഥാപൂർവം വന്യമൃഗങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ പ്രായത്തിനും സ്ഥിതിക്കും തക്കവണ്ണം അയാൾ അതൊന്ന് പരിഷ്കരിച്ചിരുന്നു. ചെറുപ്പത്തിൽ ഉടുമ്പ്, മുയൽ എന്നിവയെ പിടിച്ച് ചുട്ടു തിന്നുകയായിരുന്നു എങ്കിൽ യൗവനമായപ്പോൾ മാൻ, പന്നി മുതലായവയെ പിടിച്ചു കൊണ്ടുവന്ന് കാലുകൾ കെട്ടി വലിയ ചെമ്പിലോ വാർപ്പിലോ ഇട്ട് അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് തോൽ പൊളിച്ചാണ് അയാൾ തിന്നിരുന്നത്. അതും ഒരു വിശേഷ രീതിയിലായിരുന്നു. ഭീമന് പകൽ സമയം കിടക്കുന്നത് ഒരു തൂക്കുവഞ്ചി, അതായത് ഊഞ്ഞാൽക്കട്ടിൽ ഒരു മുറിക്കകത്ത് തൂക്കിയിരുന്നു. ഇതിന്റെ തലയ്ക്കായി മാൻ, പന്നി മുതലായവയുടെ വേവിച്ച മാംസം പൊക്കം പാകത്തിന് കെട്ടിത്തൂക്കും. പിന്നെ ഊഞ്ഞാൽക്കട്ടിലിൽ മലർന്നു കിടന്ന് ആടിക്കൊണ്ട് കടിച്ച് തിന്നും. ഇങ്ങനെയാണ് പതിവ്. കഞ്ഞിയും ചോറും കറികളും കൂടാതെ 2 പന്നിയെയും 1 മാനിനെയും അയാൾ പ്രതിദിനം ഇങ്ങനെ ഭക്ഷിച്ചിരുന്നു. നമ്മുടെ ഭീമൻ ഗംഭീരനായിരുന്നുവെങ്കിലും ഒരു വിനോദശാലിയായിരുന്നു. അയാൾ മാനിനെയും പന്നിയെയും മറ്റും പിടിക്കുവാൻ കാട്ടിൽ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ 4-5 പുലിക്കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോരും. അവയെ വീട്ടിൽ കൊണ്ടുവന്ന് പൂച്ചക്കുട്ടികളെ പോലെ വളർത്തി ചില കളികൾ പഠിപ്പിച്ച് സർക്കസുകാരെ പോലെ കളിപ്പിക്കുക പതിവായിരുന്നു. ഒരിക്കൽ ഭീമൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ കടുവയെ കണ്ടു. അതിനെയും അയാൾ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ശ്രീകൃഷ്ണൻ ഉരൽ വലിച്ചുകൊണ്ട് ചെന്ന വഴിയിൽ നിന്നിരുന്ന കകുഭദ്രമുഖങ്ങൾ പോലെയുള്ള 2 മരങ്ങൾ അടുത്തടുത്ത് കുളപ്പുറത്ത് പുരയിടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭീമൻ ആ കടുവയെ ആ മരങ്ങളുടെ ഇടയ്ക്ക് കയറ്റി ഒന്ന് അമർത്തി അവിടെ നിർത്തി. കടുവ കാലുകൾ നിലത്ത് തൊടാതെയും വായു പൊളിച്ച് നാക്ക് നീട്ടിയും കണ്ണുകൾ മിഴിച്ചും മുൻപോട്ടും പുറകോട്ടും പോകുവാൻ നിവൃത്തിയില്ലാതെയും അവിടെ നിൽപ്പായി. അതിനാൽ ആ ദിക്കുകാർക്ക് ജീവനോട് കൂടിയ കടുവയെ നിർഭയമായി അടുത്തു ചെന്ന് കാണുന്നതിന് അന്ന് തരപ്പെട്ടു. ഒരിക്കൽ ഭീമൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു കാട്ടുപോത്ത് അയാളെ വേട്ടയാടുവാനായി ചാടിച്ചെന്നു. പോത്തിനെ കണ്ടപ്പോൾ അയാൾ സ്വല്പം ഭയമുണ്ടായി. എങ്കിലും അയാൾ സധൈര്യം അതിന്റെ കൊമ്പുകളിൽ പിടിച്ച് തലകുനിച്ച് മോന്ത നിലത്തിട്ട് ഉരച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പോത്തിന്റെ മുൻവശത്തുണ്ടായിരുന്ന പല്ലുകളെല്ലാം രക്തപ്രവാഹത്തോടുകൂടി നിലത്ത് വീണു. ഭീമനെ കൊല്ലുവാനായി വന്ന പോത്തിന്റെ വിചാരം അപ്പോൾ താൻ ചാകാതെ വല്ലപ്രകാരവും പോയിപ്പോയാൽ എന്ന് മതിയായി. ആ സമയം ഭീമൻ പോത്തിനെ പുറകോട്ടൊന്ന് തള്ളുകയും പോത്ത് അവിടെ മറിഞ്ഞു വീഴുകയും ആ തരത്തിൽ ഭീമൻ ഓടി വീട്ടിലേക്ക്, പോത്ത് ഒരുവിധം എഴുന്നേറ്റ് കാട്ടിലേക്കും ഓടുകയുണ്ടായി. ഭീമൻ ജീവിച്ചിരുന്ന കാലത്ത് കയ്യൂർ ദേശത്തും സമീപ പ്രദേശങ്ങളിലും കച്ചവട സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ ദേശക്കാർക്ക് ഉപ്പ് 8-10 നാഴിക കിഴക്ക് ഈരാട്ടുപേട്ട എന്ന സ്ഥലത്ത് പോയി വാങ്ങിക്കൊണ്ട് വരണമായിരുന്നു. കുളപ്പുറത്ത് വീട്ടിലേക്ക് ഭീമൻ തന്നെ പോയി 5-6 പറ ഉപ്പ് ഒരുമിച്ച് വാങ്ങിക്കൊണ്ടു പോരുകയാണ് പതിവ്. ഭീമൻ ഉപ്പ് വാങ്ങുവാൻ പോകുന്ന സമയം അയൽ വീട്ടുകാരും അവരവർക്ക് ആവശ്യമുള്ള ഉപ്പിന് വേണ്ടുന്ന പണവും പാത്രവും അയാളെ ഏൽപ്പിച്ചിരിക്കുക പതിവാണ്. അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ ചാക്ക് സുലഭമല്ലായിരുന്നതിനാൽ ഉപ്പും മറ്റും വാങ്ങിക്കൊണ്ടു പോരുന്നതിന് നെപ്പട്ടിലായിരുന്നു. ഒരു നിപ്പട്ടിൽ 6 പറ ഉപ്പ് കൊള്ളും.
അതിനാൽ ഒരു ചുമടുപ്പ് എന്ന് പറഞ്ഞാൽ 6 പറ ഉപ്പെന്ന് കണക്കാക്കാം. ഒരിക്കൽ ഭീമൻ പോയി തനിക്കും അയൽ വീട്ടുകാർക്കും കൂടി 6 ചുമടുപ്പ് വാങ്ങിക്കൊണ്ട് മീതയ്ക്ക് മീതെ തലയിൽ കയറ്റിക്കൊണ്ട് ഈരാട്ടുപേറ്റയിൽ നിന്ന് സ്വദേശത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഏകദേശം 4 നാഴിക ദൂരം ചെയ്യപ്പോൾ കുറേശ്ശെ മഴ ആരംഭിച്ചു. ഉപ്പ് നനഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അത് നനയ്ക്കാതെ കൊണ്ടുപോകുവാൻ എന്താണ് കൗശലമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ വഴിക്കടുത്ത് തന്നെ ഒരു വലിയ ആഞ്ഞലിത്തടി കാവരം കയറ്റിയേർത്ത് നടു പൊളിച്ച് വെച്ചിരിക്കുന്നതായി കണ്ടു. ഭീമൻ അതൊരു പൊളിപ്പെടുത്ത് ചുമടുകളുടെ മീടെ വെച്ചുകൊണ്ട് ഉപ്പ് നനയ്ക്കാതെ കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോഴേക്ക് മഴ മാറിയതിനാൽ അയാൾ ആ തടിയെടുത്ത് ഒരു മാവിന്മേൽ ചാരി വെച്ചിട്ട് ചുമടുകൾ ഓരോന്നായി താഴെ ഇറക്കി വെക്കുകയും അയൽക്കാർക്കുള്ളതിൽ കൊടുക്കുകയും തനിക്കുള്ളത് വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ഭീമൻ തന്റെ പുര പൊളിച്ച് പണി കഴിഞ്ഞപ്പോൾ അന്ന് മാവിന്മേൽ വെച്ചിരുന്ന തടി കൂടി എടുത്തുപയോഗിച്ചു. 29 കോൽ 16 കണക്കിൽ പണിയിച്ച തായ്പുരയുടെ പടി 4ഉം ആ ഒരൊറ്റ പൊളിപ്പ് കൊണ്ട് തന്നെ തീർന്നു. പടി 1.25 ചതുരമായിരുന്നു. അതുകൊണ്ട് ആ തടിയുടെ വലിപ്പം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. ആ പുരയും പടിയും കണ്ടിട്ടുള്ളവർ പലർ ഇപ്പോഴും ആ ദേശത്ത് ജീവിച്ചിരുമ്പോൾ. മീനച്ചിൽ മുതലായ സ്ഥലങ്ങളിൽ പ്രധാനമായി നെൽകൃഷി ചെയ്യുന്നത് മലകളിലാണല്ലോ. മലകളിൽ നെൽകൃഷി ചെയ്യുന്നതും 10-12 കൊല്ലങ്ങൾ കൂടുമ്പോൾ മാത്രമേ പതിവുള്ളൂ. അതിനാൽ ഒരു സ്ഥലത്ത് വലിയ മരങ്ങളും കാടുകളും നിറഞ്ഞിരിക്കും. വിതയ്ക്കുന്ന കാലത്തിന് 2-3 മാസം മുൻപേ ഉടമസ്ഥന്മാർ ആ മരങ്ങളും കാടുകളും എല്ലാം കൂലിക്കാരന്മാരെ കൊണ്ട് വെട്ടിച്ചു വിടും. അതിന് ഉടവും വിട്ട് എന്നാണ് പേര് പറയുന്നത്. ആ മരങ്ങൾ കാടുകളുമെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ ഉടമസ്ഥന്മാർ കൂലിക്കാരെയും ആനകളെയും കൊണ്ട് ആ സ്ഥലത്ത് ചെന്ന് വേലിക്ക് ആവശ്യമുള്ള തടികൾ പിടിപ്പിച്ച് വിതയ്ക്കുവാനുള്ള സ്ഥലത്തിന്റെ 4 അരികുകളും വൈപ്പുകളും അധികമുള്ള തടികൾ പിടിപ്പിച്ച് കൃഷിസ്ഥലത്തിന് പുറത്താക്കുകയും ഉണങ്ങിക്കിടക്കുന്ന കാടുകളും മറ്റും തീയിട്ട് ചുടുകയും ചെയ്യും. അതിന് ഉഴവ് ചുടുക എന്നാണ് പറയുന്നത്. കൃഷിക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിലം മുഴുവൻ കിളച്ചും കല്ലും കട്ടകളും പെറുക്കി മാറ്റിയും പുല്ലും മറ്റും പറിച്ചും പെറുക്കിയും കളഞ്ഞും വെടിപ്പാക്കും. അതിന് ഉഴവൊരുക്കുക എന്നാണ് പറയുന്നത്. ഈ പണികളിൽ പ്രധാനമായും പ്രയാസമേറിയതും ഉഴവ് ചുടുക എന്നുള്ളതാണ്. എന്നാൽ അതിന് നമ്മുടെ ഭീമന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഭീമൻ ഉഴവ് ചുടുവാൻ പോകുമ്പോൾ അയാൾക്ക് സഹായത്തിന് കൂലിക്കാരും ആനകളും ഒന്നും വേണ്ട. അയാൾ ഉഴവ് ചുടുവാൻ പോകുന്ന സമയം വയറു നിറച്ച് ആഹാരം കഴിച്ചു പോയാൽ ആ ജോലി മുഴുവനും തീർത്ത് തിരികെ വീട്ടിൽ വന്നിട്ടല്ലാതെ കഞ്ഞിയും ചോറും ഒന്നും കഴിക്കില്ല. ആ ജോലിക്കിടയിൽ അയാൾ കാച്ചിലും കിഴങ്ങും ചേനയും മറ്റും ധാരാളമായി ചുട്ടുതിന്നും. മലയിലേക്ക് പോകുന്ന സമയം തന്നെ ചുട്ടുതീറ്റിക്കുള്ള സാമാനങ്ങൾ കൂടി അയാൾ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. ഭീമൻ ഉഴവ് സ്ഥലത്ത് ചെന്നാൽ ഉടനെ വേലിക്ക് ആവശ്യമുള്ള തടികൾ പെറുകിയെടുത്ത് 4 അരികൾ കൂടി അടുക്കി വെക്കും. പിന്നെ ഒരു തടി കയ്യിലെടുത്ത് അതുകൊണ്ട് ശേഷമുള്ള തടികൾ 4 വശത്തേക്കും തോണ്ടിയെറിയും. ആ തടികൾ ചുറ്റുമുള്ള അയൽ വസ്തുക്കളിൽ ചെന്നു വീഴും. അതിനാൽ ഭീമൻ ഉഴവ് ചുടുന്ന സ്ഥലത്തിന് സമീപം ചുറ്റുമുള്ള വസ്തുക്കളിൽ ആരും കൃഷി നടത്താറില്ല. ഭീമൻ തോണ്ടിയെറിയുന്ന തടികൾ ആനകളല്ലാതെ മറ്റാരും എടുക്കാനും സാധ്യതയില്ല. അതിനുള്ള പ്രയാസം കൊണ്ടാണ് അയൽ വസ്തുക്കളുടെ ഉടമസ്ഥന്മാർ കൃഷി വേണ്ടെന്ന് വെക്കുന്നത്. തടികളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭീമൻ ഉണങ്ങിക്കിടക്കുന്ന കാടിന് തീ വയ്ക്കും. ആ തീയിലിട്ടാണ് അയാൾ കാച്ചിൽ, കിഴങ്ങ് മുതലായവ ചുട്ടുതിന്നുന്നത്. ആ സമയം മുയൽ, പന്നി മുതലായവയും അനായാസനെ ലഭിച്ചാൽ അയാൾ ഉപേക്ഷിക്കാറില്ല. അവയെല്ലാം അയാൾ ചുട്ടുതിന്നുകയും ചെയ്യും. ഇപ്രകാരമെല്ലാമായിരുന്നു ഭീമന്റെ ഉഴവ് ചുടം. അടുത്തുള്ള പൂഞ്ഞാൽ എന്ന സ്ഥലത്ത് ഒരു വീട്ടുകാർ ഒരു കിണർ കുഴിച്ചു. കുഴിച്ച് അടിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ പാറ കാണപ്പെട്ടു. ആ പാറയുടെ അടിയിൽ ധാരാളം വെള്ളവും ഉണ്ടായിരുന്നു. എങ്കിലും ആ പാറ എടുത്തു മാറ്റാതെ വെള്ളം കോരിയെടുക്കുവാൻ നിവൃത്തിയില്ലായിരുന്നു. വെള്ളത്തിന് മീതെ ആ പാറ ഒരു അടപ്പ് പോലെയാണ് കിടന്നിരുന്നത്. അതിനാൽ ആ പാറ എടുത്തു മാറ്റുന്നതിനായി വലിയ പട്ടങ്ങളും ചങ്ങലകളും ഇട്ട് ആന കേമാളുകൾ കൂടി പിടിപ്പിക്കുകയും ആനകളെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. ആ പാറ ഇളക്കുവാൻ പോലും സാധിച്ചില്ല. ഒടുക്കം ആ വീട്ടുകാർ ഈ കാര്യം നമ്മുടെ ഭീമനെ കൊണ്ട് കഴിപ്പിക്കാമെന്ന് കരുതി ഒരു സദ്യക്ക് വട്ടം കൂടി. ഭീമനെ ക്ഷണിച്ചു വരുത്തി കേമമായി ഭക്ഷണം കഴിപ്പിച്ചു. ഭീമൻ ഊണും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആ വീട്ടുകാർ അയാളോട് കൈ കഴുകുവാൻ കിണറ്റിലാണ്, വെള്ളം കോരിയെടുത്ത് കൈ കഴുകിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഒരു പാളയും കയറും എടുത്തു കൊടുത്തു. ഭീമൻ പാളയും കയറും ഇടത് കൈകൊണ്ട് എടുത്തുകൊണ്ടുപോയി. കിണറ്റിൽ നോക്കിയപ്പോൾ അതിലൊരു വലിയ പാറയും അതിന്മേൽ ചില വടങ്ങളും ചങ്ങലം ഇട്ട് കെട്ടിയിരിക്കുന്നതും കണ്ടു. ഉടനെ അയാൾ പാളയും കയറും അവിടെ വെച്ചിട്ട് ഇടത് കൈകൊണ്ട് തന്നെ വടങ്ങളിൽ പിടിച്ചു വലിച്ച് നിഷ്പ്രയാസം പാറ കരക്കെടുത്തിക്കുകയും പാളയും കയറും എടുത്ത് വെള്ളം കോരി കൈ കഴുകുകയും ചെയ്തു. ഇത് കണ്ട ആ വീട്ടുകാർക്കും അന്യന്മാർക്കും ഉണ്ടായ സന്തോഷവും വിസ്മയവും സീമാതീതമായിരുന്നു. നമ്മുടെ ഭീമൻ പൂഞ്ഞാറ്റിൽ തമ്പുരാക്കന്മാരുടെ ഒരു ഇഷ്ടനായിരുന്നു. അയാൾ തമ്പുരാക്കന്മാരുടെ ആവശ്യപ്രകാരം കൂടെ അവിടെ പോവുകയും മനുഷ്യർക്ക് ദുസ്സാധ്യമായ അനേകം കാര്യങ്ങൾ സിദ്ധിച്ചു കൊടുക്കുകയും ചെയ്തു. തമ്പുരാക്കന്മാർ സന്തോഷിച്ച് ഇയാൾക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കുകയും സാധാരണമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ളവയിൽ ഒരു സംഗതി പറയാം. ഒരിക്കൽ പാണ്ഡിക്കാരായ മറവരും
മുഹമ്മദീയരും കൂടി പൂഞ്ഞാർ ദേശത്തെ ആക്രമിക്കുവാൻ വരുന്നതായിരുന്നു. ഉടനെ ഭീമൻ ആളയച്ച് തൻ്റെ സ്നേഹിതനായ മന്തപ്പ് പണിക്കരെയും കുളപ്പുറത്ത് വരുത്തി. പണിക്കർ ഭീമൻ്റെ അത്രയും ഉഷിരില്ലാത്തവനായിരുന്നുവെങ്കിലും ഭീമനെ പോലെ തന്നെ ഒരു ചെറിയ ഭീമൻ തന്നെയായിരുന്നു. അയാൾക്ക് കാലത്തെ കഞ്ഞിക്ക് 12 കോലിടങ്ങഴി അരിയും അതിന് ചേർന്ന പുഴുക്കും പതിവുണ്ടായിരുന്നു. അവർ തമ്മിൽ ആലോചിച്ച് ഉടനെ പൂഞ്ഞാറ്റിലേക്ക് പോകണമെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് രണ്ടുപേരും കൂടി ഉണ്ണാനിരുന്നു. ഊണ് ഏകദേശം പകുതിയായപ്പോൾ ഒരാൾ കൂടി വന്നു. മറുവരും മുഹമ്മദീയരും വന്നടുത്തിരിക്കുന്നു. ഉടനെ വരണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് എന്നാൽ ഇനി പോയി വന്നിട്ട് ഊണ് മുഴുവനാക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകി. അപ്പോൾ തക്കതായ ആയുധമൊന്നും കാണാഞ്ഞിട്ട് രണ്ടുപേരും ഓരോ കൊന്നത്തെങ്ങ് ചുവടോടെ പറിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോയി. ഭീമനും പണിക്കരും കൊന്നത്തെങ്ങുമായി ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ മറുവരും മുഹമ്മദീയരും പേടിച്ചോടി പമ്പ കടന്നു. ഊണ് മുഴുവനാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഭീമനും പണിക്കരും അപ്പോൾ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. ഈ സംഗതി നടന്നത് ഒരു വെള്ളപ്പൊക്കത്തിലായിരുന്നു. ഇവർ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം മാറി നിറഞ്ഞിരുന്നതേ ഉള്ളൂ. ഇവർ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ആ വെള്ളം കരകവിഞ്ഞൊഴുകി. ഇരുകരയിലും സാധാരണ മനുഷ്യർക്ക് നിലയില്ലാതായിരുന്നുവെങ്കിലും ഭീമൻ അരയോളം, പണിക്കർക്കും മുലയോളവും മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. അവർ അങ്ങനെ പോന്നപ്പോൾ ഒരു വീടിന്റെ ഇറയത്ത് ഒരു പത്തായം ഇരിക്കുന്നത് കണ്ടു. ആ വീട്ടിനകത്തും വെള്ളം കയറിയിരിക്കുന്നതിനാൽ അവിടെ പാർപ്പിരുന്നവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിരുന്നത് കണ്ട് ആ വീടും കേവലം നിർജീവമായിരുന്നു. പത്തായവും ഇളകി പോകാറായിരുന്നു. ആർക്കും ഉപയോഗപ്പെടാതെ വെറുതെ പോകേണ്ടതെന്ന് വിചാരിച്ച് ഭീമൻ അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. സ്വഗൃഹത്തിലെത്തിയ പത്തായം താഴെ ഇറക്കി വെച്ചു. അതിലുണ്ടായിരുന്ന നെല്ല് വാരിയിട്ട് അളന്നു നോക്കിയിട്ട് 100 പറയുണ്ടായിരുന്നു. നെല്ല് തിരികെ പത്തായത്തിൽ തന്നെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും പണിക്കരും അവിടെ എത്തി. പിന്നെ രണ്ടുപേരും കൂടി പകുതിക്കായി വെച്ചിരുന്ന ഭക്ഷണം മുഴുവനാക്കുകയും പണിക്കർ അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോവുകയും ഭീമൻ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. നമ്മുടെ ഭീമന്റെ കഥകൾ ഇനിയും വളരെ പറയുവാനുണ്ട്. എങ്കിലും വിസ്തരഭയം നിമിത്തം അതിനായി തുനിയുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ ഒരു അസാമാന്യ മനുഷ്യനായിരുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. നമ്മുടെ ഭീമൻ ഈശ്വരഭക്തി, സത്യം മുതലായ സദ്ഗുണങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണേ മുഹൂർത്തേ ഉത്തിഷ്ഠേ സ്വസ്ഥേ രക്ഷാർത്ഥമായുഷ എന്നുള്ള പ്രമാണത്തെ അയാൾ ആജീവനാന്തം ശരിയായി ആചരിച്ചിരുന്നു. അതിനാൽ അയാൾ 100 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ചരമഗതിയെ പ്രാപിച്ചത്. അതും അനായാസന തന്നെയായിരുന്നു. നമ്മുടെ കഥാനായകന് രോഗപീഠ നിമിത്തവും മറ്റൊരു ദിവസം പോലും കിടന്ന് കഷ്ടപ്പെടേണ്ടതായി വന്നിട്ടില്ല. ഭീമൻ മരിച്ചതിന് ശേഷം അയാളുടെ പ്രേതം, അതായത് പരേതാത്മാവ്, ആ വീട്ടുകാരെയും മറ്റും അസാമാന്യമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അത് അയാളുടെ അപരക്രിയകൾ ആരും വേണ്ടതുപോലെ ചെയ്യാഞ്ഞിട്ടായിരിക്കും. ആപദ്ദീക്ഷയാലോചന പ്രേതായാന്തി പിശാചതാം സുജനാംബാധ മാനസ്തേ വിചാരന്തി മഹീതലേ എന്നുണ്ടല്ലോ. ആ ഉപദ്രവം ഈ പ്രേതത്തിൻ്റെതാണെന്നും മറ്റും അറിയാതെ തന്നെ വളരെ കാലം കഴിഞ്ഞു. ക്രമേണ ആ ഉപദ്രവം ദുസ്സഹമായി തീരുകയാൽ ഈ അടുത്ത കാലത്ത് പ്രശ്നം വെപ്പിച്ച് നോക്കുകയും അപ്പോൾ അത് ഈ ഭീമന്റെ ഉപദ്രവമാണെന്നും ഭീമൻ സാധാരണ മനുഷ്യനല്ലായിരുന്നുവെന്നും അയാൾ ദേവാംശമായിട്ടുള്ള ഒരു അവതാര പുരുഷനായിരുന്നുവെന്നും അയാളുടെ വിഗ്രഹം ഉണ്ടാക്കിച്ച് പ്രേതത്തെ ആ വിഗ്രഹത്തിന്മേൽ ആവാഹിച്ച് പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ആണ്ടുതോറും മുടങ്ങാതെ പൂജ നടത്തുകയും ചെയ്യുകയല്ലാതെ ഉപദ്രവം നീങ്ങുകയില്ലെന്നും കാണുകയാൽ ആ വീട്ടുകാർ അപ്രകാരം ചെയ്യാമെന്നുറച്ചു. പൂജ ആണ്ടുതോറും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. പ്രതിഷ്ഠ കുളപ്പുറത്ത് പുരയിടത്തിന്റെ കന്നിപ്പദത്തിൽ ഭദ്രകാളിയെ പറ്റിയുള്ള നമ്പൂരിപ്പാട്ടിലേക്കാണ് നടത്തിച്ചത്. പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ഭീമന്റെ ഉപദ്രവം ആ വീട്ടിലെന്നല്ല ദേശത്തൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം കണ്ടാൽ ഭീമന്റേതാണെന്ന് തന്നെ തോന്നും. അതിന്റെ സൗബല്യം അത്രയ്ക്ക് മാത്രമുണ്ട്. അവിടെ സാന്നിധ്യത്തിന് ഒട്ടും കുറവില്ല. ചില കാര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി പലരും ഭീമന് വഴിപാടുകൾ കഴിക്കുകയും ചിലർക്ക് ചിലത് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ സാധാരണ വഴിപാട് കരിക്കുപഴവും നിവേദിപ്പിക്കുകയാണ്. ചിലർ അപ്പം, അട, കൊഴുക്കട്ട മുതലായവ ഉണ്ടാക്കിച്ച് നിവേദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവയ്ക്ക് അരി 1.25 ഇടങ്ങഴി മുതൽ 36 കീഴടങ്ങഴി വരെ നടപ്പുണ്ട്. അവിടെ പ്രതിഷ്ഠ ഒരു മേടമാസം 14-ാം തീയതി ആയിരുന്നതിനാൽ ആണ്ടുതോറും വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നത് ആ ദിവസമാണ്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 69 അവസാനിച്ചിരിക്കുന്നു. ഇനി അധ്യായം 70 ആണ്. മണ്ണടിക്കാവും കാമ്പിത്താനും തുടരും.